വടക്കാഞ്ചേരി നഗരസഭാ ഡിവിഷൻ 29 മഴക്കാലപൂർവ്വ ശുചീകരണ പ്രവർത്തനങ്ങൾക്ക് തുടക്കം കുറിച്ചു. ഡിവിഷൻ തല മാസ് ക്ലീനിംഗ് സംഘടിപ്പിച്ചു. വടക്കാഞ്ചേരി നഗരസഭയിലെ ഡിവിഷൻ 29 പാർലിക്കാട് ഭാഗത്ത് നമ്മൾ മഴക്കാലപൂർവ്വ ശുചീകരണത്തിൻ്റെ ഭാഗമായിട്ട് ഡിവിഷൻ തല മാസ് ക്ലീനിങ് ഇന്ന് ഇവിടെ നടന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ നമ്മൾ ഇതിലൊരു എല്ലാ ഞായറാഴ്ചകളിലും വീടുകളിൽ ഡ്രൈ ഡേ ആചരിക്കണം. അതിൻ്റെ ഭാഗമായി കുടുംബശ്രീ അംഗങ്ങൾ അവരവരുടെ വീടുകളിൽ ശുചിത്വപരമായ എല്ലാ സേനക്കാർ, കുടുംബശ്രീ അംഗങ്ങൾ, അതുപോലെ തന്നെ സന്നദ്ധ സേന, ക്ലബ്ബ് ഭാരവാഹികൾ, വാർഡിൻ്റെ വികസന സമിതി അംഗങ്ങൾ, അങ്ങനെ മുഴുവൻ പേരും കൂടിയാണ് ഈ ശുചീകരണ പ്രക്രിയയിൽ പങ്കാളികളാവുന്നത്. അതോടൊപ്പം തന്നെ വളരെ സന്തോഷത്തോടു കൂടി പറയട്ടെ, വ്യാസയിലെ NSS യൂണിറ്റിലെ വിദ്യാർത്ഥികളും കൂടി നമ്മുടെ ഈ ഡിവിഷനിലെ ശുചീകരണ പരിപാടിയിൽ പങ്കാളികളാവുന്നുണ്ട്. എല്ലാവരും കൂടി ഈ വാർഡിനെ നല്ലൊരു വാർഡാക്കി, അതായത് രോഗമൊന്നുമില്ലാതെ മാലിന്യമുക്ത വാർഡാക്കി മാറ്റാൻ വേണ്ടിയുള്ള പരിശ്രമത്തിൽ എല്ലാവരും പങ്കാളികളാവുകയാണ്. വീടുകളിലും സ്ഥാപനങ്ങളിലും വെള്ളം കെട്ടിക്കിടക്കുന്ന സാഹചര്യങ്ങൾ ഒഴിവാക്കുക, ചിരട്ടകൾ, ടയറുകൾ, പ്ലാസ്റ്റിക് കപ്പുകൾ തുടങ്ങിയവയിൽ വെള്ളം കെട്ടി നിൽക്കുന്നത് ഒഴിവാക്കുക. ഡിവിഷനെ 5 ഏരിയകളാക്കി തിരിച്ച് 5 ബാച്ചുകളുടെ ടീം, ആരോഗ്യ പ്രവർത്തകർ, ആശാ വർക്കർമാർ, ഹരിതകർമ്മസേന എന്നിവരുടെ നേതൃത്വത്തിൽ വീടുകളിൽ നേരിട്ടെത്തി അവബോധം നൽകുക എന്നീ തീരുമാനങ്ങൾ എടുത്തു. നമ്മുടെ നാടും നമ്മുടെ പരിസരവും വീടും വൃത്തിയായി സൂക്ഷിക്കുക എന്നുള്ളത് നമ്മുടെ ഓരോരുത്തരുടെയും കടമയാണ്. അപ്പോൾ അതിൻ്റെ ഭാഗമായിട്ട് സെഞ്ചുറി ക്ലബിൻ്റെ മെമ്പർമാരും ഇതിൽ പങ്കെടുക്കുന്നു. പിന്നെ ഗ്രാമശ്രീ കുടിവെള്ള പദ്ധതിയുടെ ആൾക്കാരും പങ്കെടുക്കുന്നുണ്ട്. അതിൻ്റെ നേതൃത്വത്തിലാണ് ഞാൻ ഇവിടെ എത്തിയിട്ടുള്ളത്. പിന്നെ നമ്മുടെ കൗൺസിലറുണ്ട്, പിന്നെ വ്യാസയിലെ NSS യൂണിറ്റ്, അംഗനവാടി ടീച്ചർ, ആശാ വർക്കർ, ഹരിതകർമ്മസേന അംഗങ്ങളെല്ലാവരും കൂടിയിട്ടുള്ള ഈ പൊതുവായിട്ടുള്ള ഈ യജ്ഞത്തിൽ എല്ലാവരും വളരെ സന്തോഷത്തോടു കൂടിയിട്ട് ഇന്ന് ഈ വാർഡ് മാലിന്യമുക്തമാക്കാനാണ് ശ്രമിക്കുന്നത്. അതിൽ വളരെ സന്തോഷമുണ്ട്. ആൾക്കാരെല്ലാവരും പങ്കെടുത്തതിൽ എല്ലാവരും നല്ല ജാഗ്രതയോട് കൂടിയിട്ട് ഉഷാറായിട്ട് പണിയെടുക്കുന്നു. വാർഡ് വികസന കമ്മിറ്റി അംഗങ്ങൾ, തൊഴിലുറപ്പ് തൊഴിലാളികൾ, ഹരിതകർമ്മസേന അംഗങ്ങൾ, കുടുംബശ്രീ അംഗങ്ങൾ, ആശാ വർക്കർ, അംഗനവാടി ജീവനക്കാർ, സന്നദ്ധ സംഘടനകൾ, സെഞ്ചുറി ക്ലബ് ഭാരവാഹികൾ, ദർശന ക്ലബ് ഭാരവാഹികൾ, കുടിവെള്ള സമിതി അംഗങ്ങൾ, ശ്രീ വ്യാസ NSS കോളേജിലെ NSS വളണ്ടിയേഴ്സ് എന്നിവർ ശുചീകരണ പരിപാടിയിൽ പങ്കാളികളായി. മഴക്കാലപൂർവ്വ ശുചീകരണത്തിന്റെ ഭാഗമാകാൻ വ്യാസയിലെ NSSും അപ്പോൾ ഞങ്ങളെ കൊണ്ട് പറ്റുന്ന എല്ലാ രീതിയിലും ഈ വാർഡ് ശുദ്ധിയായി വെക്കാനും, മഴക്കാലം വരുന്ന സമയത്ത് അതിനോടനുബന്ധിച്ച് എന്തെങ്കിലും ബുദ്ധിമുട്ടുകളുണ്ട് എങ്കിൽ അത് നമുക്ക് പൂർണ്ണമായും ഇല്ലാതാക്കാനുള്ള ശ്രമങ്ങളുടെ ഭാഗമാകാൻ സാധിച്ചതിൽ ഞങ്ങൾക്ക് വളരെ സന്തോഷമുണ്ട്. ഇനിയും ഈ പ്രവർത്തനങ്ങൾ ഞങ്ങൾ തുടരുന്നതായിരിക്കും. ശ്രീകൃഷ്ണ കോളേജ് ഫോർ ഹെൽത്ത് കെയർ ആൻഡ് മീഡിയ സ്റ്റഡീസ്, BVOC, മെഡിക്കൽ ആപ്പ്, നഴ്സിംഗ് ഡിപ്ലോമ, പാരാമെഡിക്കൽ കോഴ്സുകളിലേക്ക് അഡ്മിഷൻ ആരംഭിച്ചിരിക്കുന്നു. മികച്ച ആശുപത്രികളിലും ഫാർമസികളിലും പരിശീലനം. ദാരിദ്ര്യരേഖയ്ക്ക് താഴെയുള്ളവർക്ക് പ്രത്യേകാനുകൂല്യങ്ങൾ. കൂടാതെ ഓൺലൈൻ ക്ലാസുകളും ഇവിടെ ലഭ്യമാണ്. 9800 വനിതകൾക്ക് ജോലി നേടിക്കൊടുത്ത വടക്കാഞ്ചേരിയിലെ 28 വർഷത്തെ പാരമ്പര്യമുള്ള അംഗീകൃത സ്ഥാപനം. +2 തോറ്റവർക്കും ജയിച്ചവർക്കും പ്രവേശനം. ശ്രീകൃഷ്ണ കോളേജ് ഫോർ ഹെൽത്ത് കെയർ ആൻഡ് മീഡിയ സ്റ്റഡീസ്, ഓട്ടുപാറ ബൈപ്പാസ് ജംഗ്ഷൻ, അറേബ്യൻ മെഡിക്കൽസിന് സമീപം, അറേബ്യൻ മുകളിൽ. കൂടുതൽ വാർത്തകൾക്ക് ഞങ്ങളുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ഫേസ്ബുക്ക് ഫോളോ അപ്പ് ചെയ്യുക. വാർത്തകൾ വേഗത്തിലറിയാൻ Anytime News.